നമസ്കാരം. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ജിഷ്ണുവിൻ്റെ കാര്യം. വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അത്രയധികം സങ്കടമുണ്ട് എനിക്ക്. കാരണം ഞാനും നെഹ്റു കോളേജിലൊരു സ്റ്റുഡൻ്റായിരുന്നു. എന്താ പറയുക, വളരെയധികം സങ്കടമുണ്ട്. നമ്മുടെ ജിഷ്ണു ഇന്ന് ഈ ലോകത്തില്ല. അവനെ അവനെ അവനെൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിച്ചോളും. ജിഷ്ണുവിന് വേണ്ടി വിഷ്ണുവിന് നീതി ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം നെഹ്റു കോളേജിൻ്റെ പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരാളാണ് കൂടിയാണ് ഞാൻ. എനിക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. കാരണം അന്ന് എനിക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളെല്ലാവരും കൂടി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതേപോലൊരു അവസ്ഥ അവന് വരില്ലായിരുന്നു. അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമുണ്ട്. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോളേജിലൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കോളേജിൽ എന്താ പറയുക, ഞങ്ങളും ബിടെക്കിലെ കുറച്ച് പിള്ളേരുമായിട്ട് ഞങ്ങൾ AME ആണ് പഠിച്ചിരുന്നത്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. നെഹ്റു കോളേജിൻ്റെ തന്നെ ഒറ്റപ്പാലത്തുള്ള ഒരു ഇതുണ്ട് അവർക്ക്, ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിൽ ജവഹർലാൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത്. AME എന്ന കോഴ്സാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഒരു ഓണാഘോഷ വേളയിൽ അവിടുത്തെ എൻജിനീയറിംഗ് സ്റ്റുഡൻസുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായി. അതിനെ ചൊല്ലി കാര്യങ്ങൾ അറിയാനെന്ന മുഖേന ഞങ്ങളെ വിളിച്ചു വരുത്തി ആ കോളേജിലെ സെക്രട്ടറി കൃഷ്ണദാസ്, PRO സഞ്ജിത്ത്, ഇവർ എന്താണ് കാര്യങ്ങൾ എന്ന വിശദാംശങ്ങൾ തേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കുകയുണ്ടായി. ഞാൻ ചെന്ന്, ഞാനും അബിൻ, റിസ്വാൻ, ശ്യാംരാജ്, അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങൾ അവരുടെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കറിയില്ല അതാണ് ഇടിമുറി എന്നുള്ളത്. ഞങ്ങൾ അവിടെ ചെന്നു അവരോട് ഞങ്ങൾ ആ റൂമിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ടി. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളാകെ പെട്ടുപോയിരുന്നു എന്നുള്ളത്. കയറി വഴിക്ക് തന്നെ അവിടുത്തെ കൃഷ്ണദാസ് പച്ചത്തെറിയാണ് വിളിച്ച് പറയുന്നത്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും വിളിക്കും. നമ്മൾ വെറുതെ നിസ്സഹായരായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയാണ് അവിടെ. ഒരിക്കലും എല്ലാവർക്കും എന്താ പറയുക, സ്വന്തം ആത്മാഭിമാനം അടിയറവ് പറയേണ്ട ഒരു അവസ്ഥ വരികയെന്ന് പറയുന്നത് അതനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. വളരെയധികം വേദനയുണ്ട്. അന്ന് ഞങ്ങളിതിന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ജിഷ്ണുവിൻ്റെ ഈ കാര്യം ഉണ്ടാവില്ലായിരുന്നു. വളരെയധികം രോഷവും എല്ലാം വരുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഇന്ന് നെഹ്റു കോളേജിൽ സംഘർഷവും കാര്യങ്ങളും നടന്നു. എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അവിടെ ആ സമരത്തിൽ പങ്കുചേരാനും എല്ലാത്തിനും എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൽ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. എനിക്ക് ആ കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയണം. അന്ന് ഞങ്ങൾ പോയിട്ട് എന്നെയും എല്ലാവരെയും വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. എന്നാൽ പലതരം ഉപകരണങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഉപദ്രവിക്കാനായിട്ടുള്ളത്. നമ്മളടുത്ത് നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട് കേൾക്കില്ല. അമ്മാതിരി ഉപദ്രവങ്ങളാണ് നമുക്കെതിരെ അവർ അഴിച്ചു വിടുന്നത്. ഞാൻ അന്ന് ഫൈനൽ ഇയറാണ്. ആകെ 4 മാസം കൂടിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ കോഴ്സ് അവരുടെ ഇടിയപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ആ കോഴ്സ് നിർത്തി പോകേണ്ടി വരും. അത് 5-6 ലക്ഷം രൂപ മുടക്കി പഠിപ്പിക്കുന്ന അച്ഛനെയും അമ്മേനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഇടി കൊള്ളും.
വേറൊന്നും ആലോചിക്കില്ല. ഒരു തെറ്റും ചെയ്യാണ്ടാണ് ഈ തല്ല് കൊള്ളണതെന്ന് ആലോചിക്കണം. എന്നിട്ട് ഒരു മുന്നറിയിപ്പും കൂടാണ്ട് സസ്പെൻഷനിലൂടെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഇതാണല്ലേ. എന്താ പറയുക, ഈ ജിഷ്ണുവിൻ്റെ കാര്യത്തിലെങ്കിലും ഇവർ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഞങ്ങളെങ്കിലും അതിന് പ്രതികരിക്കേണ്ടതായിരുന്നു. വളരെ അധികം ദുഃഖമുണ്ട് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും. പിന്നെ അനുരാജ് വിജയൻ, ഇതേ പറഞ്ഞു, ഒന്നും അറിയാത്ത ശ്യാംരാജ്. അതെ, ശ്യാംരാജ് ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു അന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ഈ സംഭവം നടന്നത് വരെ അറിഞ്ഞിട്ടില്ല. കോളേജിൽ ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ്. അവൻ്റെ പേര് മാറിപ്പോയതാണ് ശ്യാംരാജിനെ. ശ്യാംരാജ് ഇതിലൊന്നുമില്ലാത്തൊരു പാവം വ്യക്തി, ഒരു പാവം, വളരെ പാവം വ്യക്തിയാണ്. അവനെ മർദ്ദിച്ചത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തും മേത്തും എന്താ പറയുക, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത രീതിയിലൊരു കോളേജ് മാനേജ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു പോലീസുകാരൻ വരെ നമ്മളിങ്ങനെ ഉപദ്രവിക്കില്ല. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ളൊരു ഗ്രൗണ്ട് അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ജയിലല്ല, ജയിലിനേക്കാൾ അപ്പുറമാണിത്. ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു ഞങ്ങൾക്ക്, പ്രവീൺ സാർ. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സാറാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്ന CP പ്രവീൺ അല്ല, ആളല്ലാണ്ട് വേറൊരു പ്രവീൺ സാറുണ്ടായിരുന്നു. ആളാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് ഈ സെക്രട്ടറി കൃഷ്ണദാസും PR-ഉം ചോദിക്കുക, നിനക്കൊക്കെ ഇവിടെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടാ, മറ്റവനെ മറിച്ചവനെ. പച്ചത്തറിയാ. എനിക്കിപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പറയുക, അത്രയും നമുക്ക് തന്നെ എന്താ പറയുക, നമ്മളെ സ്വയം ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നമ്മൾ വെറൊരു ശവങ്ങളെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല അതെങ്ങനെ. ജിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി, അവനാ ചിലപ്പോൾ നല്ല മർദ്ദനമായിട്ടുണ്ടാവും, തെളിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും, നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പാണ് അവന് അടി കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാണ്ടാണ് അവൻ ഈ അടിയൊക്കെ കൊണ്ടിരുന്നെങ്കിൽ അവനെ ഡീബാർ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ രീതിയിലും അവർ മാക്സിമം ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. പാവം, അവനതൊന്നും സഹിക്കാനുള്ള കരുത്തുണ്ടായിട്ടുണ്ടാവില്ല. അവനെ എന്താ പറയുക, എനിക്കറിയില്ല. ലോൺ എടുത്ത് പഠിക്കുന്നവരധികം, അഭിമന്യു പറഞ്ഞ പോലെ നിർധനരായിട്ടുള്ള കുടുംബത്തിലെ പിള്ളേരാണ്. അവർക്ക് എന്ത് ചെയ്യാനാ ഇത്രയധികം പവറും പൈസയും എല്ലാമുള്ള ഇവരുടെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനാ നമ്മൾ പാവങ്ങൾ? ഞാനടക്കം, ഞങ്ങളും എല്ലാവരും ആഗ്രഹമുണ്ട് ഇവർക്കെതിരെ ഒരു കൈ ഉയർത്താനും ഇവർക്കെതിരെ പെരുമാറാനായിട്ടുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാത്തിൽ നിന്നും പിന്മാറി, അതുപോലെ നമ്മുടെ സ്വയം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണ് ശരിക്കും. ഇങ്ങനെയുള്ളൊരു കോളേജിൽ ഇനി എനിക്ക് പറയാനുള്ളത്, ഒരാളും അവരുടെ മക്കളെ പറഞ്ഞു വിടരുത്. ഈ കോളേജിൽ ചേരാൻ പോകുമ്പോൾ ഈ കൃഷ്ണദാസും PR-ഉം ഒക്കെ എന്തൊരു മനോഹരമായിട്ട് സംസാരിക്കുകയെന്നറിയോ. നമ്മളവരെ കാണുമ്പം ബഹുമാനിച്ചു പോകും. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളും കാഴ്ചയിൽ വളരെ വളരെ നല്ലവരാണ് എല്ലാവരും. പക്ഷേ അടുത്ത് അറിയപ്പെടുമ്പോഴല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ചന്തപ്പിള്ളേർ ഇതേപോലെ തെറി പറയില്ല. അത് എനിക്ക് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായ സംഭവം. ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് അനുരാജിനുണ്ടായ ഒരു സംഭവമുണ്ട്. അവൻ ഫസ്റ്റ് ഇയർ വന്നിട്ട് കോളേജ് വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സീനിയേഴ്സൊക്കെ കൂടി അവനെ പരിചയപ്പെടാനായിട്ട് മുകളിലെ റൂമിലേക്ക് വിളിച്ചു. സീനിയേഴ്സ് മുകളിലത്തെ ഫ്ലോറിലാണ്, ഇവരൊക്കെ ജൂനിയേഴ്സ് ആയതുകൊണ്ട് അടിയിലത്തെ ഫ്ലോറിൽ.
അപ്പോൾ ഇവരെ പരിചയപ്പെടാനായിട്ട് സീനിയേഴ്സ് എല്ലാ കോളേജിലും ഉള്ളതാണ്. ഒരു പരിചയപ്പെടൽ സെഷൻ, കാര്യങ്ങൾ, ഒരു പാട്ട് പാടിക്കുക, അതൊക്കെ ഒരു കോളേജിലത്തെ ഒരു സ്ഥിരം എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ലേ. ഞങ്ങൾക്ക് അതിലൊരു വിഷമം ഉണ്ടായിട്ടില്ല അന്ന്. അന്ന് ഈ റാഗിങ് നടത്തിയിട്ട് റാഗിങ് നടത്തുന്ന വിവരം അറിഞ്ഞിട്ട് ഈ വാർഡൻ ഭാസ്കരൻ, എക്സ് മിലിറ്ററി ഭാസ്കരൻ, അയാൾ വന്ന വഴിക്ക് കാണുന്നത് അനുരാജ് ഇറങ്ങി നടന്നു വരുന്നതാ. അനുരാജിനെ പിടിച്ച് ചുമരുമ ചേർത്തി നിർത്തിയിട്ട് 4-5 അടി അവൻ്റെ ചെകിട്ടത്തടിച്ചു. അവനെന്ത് ചെയ്യാനാ, അവൻ ജൂനിയർ സെക്കൻഡ് വന്നിട്ടുള്ളോ. സീനിയേഴ്സ് വിളിച്ചു, പോയി തിരിച്ചു വന്നു. അവനെ പിടിച്ചിട്ട് തല്ലി. അത് കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. അവൻ്റെ റൂമിൽ പോയി കിടക്കുമ്പോൾ അവനെ കിടക്കുന്നോടത്തുനിന്ന് വലിച്ചിറക്കി വിട്ടടിച്ചു. വളരെ ക്രൂരമായിട്ട് അവനെ മർദ്ദിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഇത് അനുരാജ് ഇതിൽ ഒന്നുമല്ല എന്ന് ഇവരറിഞ്ഞപ്പോൾ അനുരാജിന് ഞങ്ങളുടെ കോളേജിലത്തെ ഹെഡായ ചീഫ് ഇൻസ്ട്രക്ടറും HOD കൂടിയിട്ട് അനുരാജിന് ലീവ് അനുവദിച്ചു. 10 ദിവസം പോയിട്ട് വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ലീവ് അനുവദിച്ചു. അനുരാജ് ലീവിന് പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ PR-ഉം കൃഷ്ണദാസും പുറമെ വലിയ മാന്യന്മാരാ, തനി ചെറ്റകളെന്ന് പറഞ്ഞാൽ തനി ചെറ്റകൾ. അനുരാജിനെ വിളിച്ചു, നീ എവിടെ പോകണം, വീട്ടിലേക്ക് പോകണ്ട, വാ എന്നൊക്കെ പറഞ്ഞ അനുരാജിന് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത്, നീ ഇനി വീട്ടിലേക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ നിന്നോ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് ഒരു വെള്ള പേപ്പറിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് എഴുതി മേടിച്ചു. എത്ര മനോഹരമായിട്ടല്ലേ അവർ കാര്യങ്ങളൊക്കെ ഒതുക്കിയത്. അവൻ്റെ വീട്ടിലും കാര്യങ്ങൾക്കും അവന് പ്രതികരിക്കാനും ഒന്നിനും ഇതില്ലാത്ത കാരണം അവനും ഒതുങ്ങി നിന്നു. എന്താല്ലേ, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വളരെ കുറേ അധികം ലൈക്കുകൾ വരുന്നുണ്ട്. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുള്ള, അതായത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയുക, നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ചുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. എന്താ പറയുക, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വരെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇതിൽ ഞങ്ങളെയൊക്കെ തല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങളെ എല്ലാവരും അടിച്ചു കൂട്ടിയെന്ന്, ശ്യാമരാജിനെ അടക്കം. എന്നിട്ട് ഞങ്ങളെ സസ്പെൻഷനിൽ വിട്ടു, എന്നെ അടക്കം 5 പേരെ ഞങ്ങൾ സസ്പെൻഷനിൽ പോയി. അപ്പോൾ അനുരാജും കുറച്ച് പേര് കോളേജിലുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മാനേജിങ് ട്രസ്റ്റി, അതായത് കൃഷ്ണദാസ്, അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞ് നമ്മൾക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങളെടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലേ നല്ലത്. ആ ഒരു ചിന്തയോടുകൂടി അവർ ഈ മാനേജിങ് ട്രസ്റ്റിനെ ബന്ധപ്പെട്ടു. ആൾ സമ്മതിച്ചു, കാണാം, നമുക്ക് വർത്തമാനം പറയാൻ സമ്മതിച്ചു. എന്നിട്ട് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് ഇവർ പോയപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ചീഫ് ഇൻസ്ട്രക്ടറും കൂടിയിട്ടാണ് പോയത്. ഇവരെ വിളിച്ച് കൊണ്ടുപോയി മാനേജിങ് ട്രസ്റ്റിയുടെ അടുത്ത് പോയി. അപ്പോൾ ചീഫ് ഇൻസ്ട്രക്ടറും അനുരാജും പിന്നെ ഒരു ഗോകുലും അങ്ങനെ കുറച്ച് 3 പേരും കൂടിയിട്ട് CAയുടെ റൂമിൽ കയറി. CA എന്ന് പറഞ്ഞാൽ ചീഫ് ഇൻസ്ട്രക്ടർ. അതിനകത്താണ് നമ്മുടെ ഈ കൃഷ്ണദാസ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കൃഷ്ണദാസ് എന്താ ചെയ്തത്, കയറിയ വഴിക്ക് തന്നെ ചീഫ് ഇൻസ്ട്രക്ടറോട് പറഞ്ഞു. ചീഫ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിനോട് ഉടമയാണ്. അങ്ങേരുടെ അടുത്ത് പറയാം, നിനക്കെന്താ അവിടെ പണി, നീ പോടാ. എനിക്ക് അതിൻ്റെ കൂടെ കുറേ നല്ല രസകരമായിട്ടുള്ള വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കിപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ലൈവായിട്ട് പറയുന്നത് എൻ്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല. അവനതൊക്കെ പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ അന്ന് പറഞ്ഞ വാചകം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളത്രയും ബഹുമാനിക്കപ്പെടുന്ന ഒരു സാറിനെ ഈ മാനേജിങ് ട്രസ്റ്റ് ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആകെ ഒരു വിഷമമാണ്.
പറഞ്ഞറിയിക്കാൻ. എന്നിട്ട് നമ്മൾ പറയാ ഞങ്ങളുടെ സി ഐ പുറത്തു പോയി കഴിഞ്ഞ് അവരുടെ അടുത്ത് ചോദിച്ചു, എന്ത് നിങ്ങളുടെ പ്രശ്നം? പറയാൻ തുടങ്ങിയതും അനുരാജിൻ്റെ മുഖത്തൊരു അടി അടിച്ചു. നിനക്ക് എന്താടാ ഇനി പറയാനുള്ള? എൻ്റെ കഴപ്പൊക്കെ തീർന്നാ എന്ന് പറഞ്ഞ്. എന്നിട്ട് അപ്പോൾ ഗോകുല് അയ്യോ എന്ന് പറഞ്ഞു അടിച്ചു കണ്ടപ്പോൾ. അപ്പോൾ ഗോകുലിനിട്ട് ഒരു അടി കൊടുത്തു. നിനക്ക് എന്താറാന്ന് ചോദിച്ചു. നിനക്ക് എന്താ വിഷമം ഉണ്ടാവും അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ. വേണ്ടി വന്ന നിന്നല്ല, നിൻ്റെ കുടുംബത്തിലെല്ലാവരും കയറി അടിക്കത്രേ. അവനാരവൻ ഗുണ്ടേ മാതിരി പണികൾ കാണിക്കാൻ? ഞങ്ങളെന്താ അവൻ്റെ അടിമകളാണോ? ഒരു 3 വർഷത്തെ കോഴ്സിന് വേണ്ടിയിട്ട് 5-6 ലക്ഷം രൂപയും മുടക്കി അവിടെ പഠിക്കുന്ന ഞങ്ങളെ അടിമകൾ. അവൻ വലിയവൻ. കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. പ്രവീൺ സാറിനെയും അബിൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ സാറിനെയും സെബി സാറിനെയും മുമ്പിലിട്ട് തെറി വിളിച്ചതാണ്. ഇതൊന്നും ഞാൻ നുണ പറയണതല്ല, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ സാറുമാരുടെ മുമ്പിൽ, അതായത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ സാറുമാരെ തെറി വിളിക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വളരെ മോശമാണ് അത് ശരിക്കും. ഒരിക്കലും ഒരു വ്യക്തിത്വത്തിനുടമയായ ഒരു ആളൊരു ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. ഇത്രയും മ്ലേച്ഛമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ജിഷ്ണുവിനെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഉറപ്പാണ് അവനെ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടാവും. മാനസികമായിട്ടുള്ള സമ്മർദ്ദം അടക്കി പിടിക്കാൻ വയ്യാണ്ട് തന്നെയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒരാളുടെ നഷ്ടം, ഒരു മനുഷ്യജീവൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് നികത്താനൊന്നും പറ്റില്ല. സജിത്ത് ഒരു കമൻറ്റുണ്ട്, അന്നും ഇന്നും നമുക്ക് ആ കോളേജിൽ നല്ലവരായി പ്രവീൺ സാർ ആൻഡ് സെബി സാർ. അങ്ങനെ കുറച്ച് സാറുമാരുണ്ടായിരുന്നു. പ്രവീൺ സാറും സെബി സാറും വന്നതിന് ശേഷം കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് അതിൽ. നമ്മളെന്തെങ്കിലും അവർ പോകാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കാരണമായല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മുടെ നല്ല മനസ്സുണ്ട്. പക്ഷെ അവർക്കതൊന്നുമില്ല. അവർക്ക് വെറും കച്ചവടം മാത്രമുള്ളൂ. കച്ചവടവും പിന്നെ അവരുടെ ഒരു ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതി മാത്രം. ഇതിപ്പോൾ ഞാൻ പറയണം എനിക്ക് കൃഷ്ണദാസിനെ നല്ലൊരു ഇടി കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, കോളേജിൽ പഠിച്ച എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും. എൻ്റെ മുമ്പിൽ ഇപ്പം കിട്ടിയ ഞാൻ അവനെ ഇടിക്കും, ഒരു രക്ഷയില്ല, ഞാൻ ഇടിക്കും അവനെ. കാരണം അമ്മാതിരി തെണ്ടിത്തരങ്ങളാണ് ഒരു കോളേജിൻ്റെ പേരിൽ അവൻ കാണിച്ചു കൊടുക്കുന്നത്. കോളേജ് ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളാണുള്ളത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരുത്തരും ഒരാളുടെ കോളേജിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയണത്. പക്ഷേ ഞങ്ങൾക്ക് കോളേജിനെ പറ്റി നല്ലതെന്ന് പറയാനായിട്ടൊന്നുമില്ല. അവിടെ ഉണ്ടായ കുറച്ച് സുഹൃത്തുക്കളല്ലാണ്ട് വേറെ ഒരു കോപ്പും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. ID കാർഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈൻ, പറഞ്ഞ പോലെ സജിത്ത് പറഞ്ഞ പോലെ തൊട്ടതിനും പിടിച്ചതിനും ഫൈൻ. രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ പുച്ഛം കാണണം. നമ്മൾ ഏതാണ്ട് നമ്മളവിടുത്തെ ഏറ്റവും താഴെക്കിടയിലുള്ള അടിമകളാണ് നമ്മൾ. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ പെൺകുട്ടികളായിട്ട് വർത്തമാനം പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും വർത്തമാനം പറഞ്ഞാൽ അവിടെ അവിഹിതമായി, ബന്ധങ്ങളായി, പിന്നെ കഥകൾ മെനഞ്ഞെടുക്കലായി. എത്ര പെൺകുട്ടികൾ അവർ ഹരാസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. എനിക്കറിയാം. എൻ്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. മാനസികമായിട്ടും പല രീതിയിലും അവരെ ഹരാസ് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. ഷൂ പോളിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ, എന്തിനും ഫൈൻ, മുടി വെട്ടിയിട്ടില്ലെങ്കിൽ ഫൈൻ. എന്താ പറയുക, നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ആ കോളേജിൽ 6 മാസം അല്ല 3 വർഷം അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് 3 വർഷമുള്ളൂ, ബിടെക് പഠിക്കുന്നവർക്ക് 4 വർഷം. ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ, മുടി വെട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഒരു ഡിസിപ്ലിൻ. പക്ഷേ ഈ ഡിസിപ്ലിൻ്റെ പകുതി അവരെങ്കിലും കാണിക്കണ്ടേ? അതല്ല മാന്യത.
ഇതിപ്പോ അവര് പറ്റി തെറി വിളിക്കുക. ചന്ത പിള്ളേർ വരെ ഇതിനേക്കാളും നല്ല രീതിയിൽ സംസാരിക്കും, അവരെക്കാളും നന്നായിട്ട്. ഗതികേട് കൊണ്ട് പഠിക്കുന്നതാ അവിടെയൊക്കെ. ഒരാൾ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോയി എന്നുള്ളു, ചേർന്നാ പെട്ടു. അതൊരു എന്താ പറയുക, അതൊരു അവിടെ അവിടെ ചേർന്ന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോക്കാണ്. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, ചില്ലറ കളികളൊന്നും കളിച്ചാൽ പോരാ, കിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ കോഴ്സിൻ്റെ ഫുൾ പൈസ അടയ്ക്കണം, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ്, ബസ് ഫീസ് എല്ലാം, മിസ്സലേനിയസ് ഫീസ് അടക്കം എല്ലാം അടയ്ക്കണം. ഒരു 5-6 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ അവന് ആ പൈസ കിട്ടുള്ളൂ. ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന ഈ നാറികളെ ഇനി വെച്ച് പുലർത്താനായിട്ട് എനിക്ക് വയ്യ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ വന്നത്. ഞാൻ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇന്ന് മുതൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ എല്ലാ വാർത്തകളും നോക്കി കാര്യങ്ങളും നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ കൈരളി ചാനലിലേക്ക് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ വന്നതാണെങ്കിലും ഞാൻ ഈ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം. തെളിവുകളുണ്ട്, പല കാര്യങ്ങൾക്കും തെളിവുകളുണ്ട് എൻ്റെ വക്കൽ. അത് ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ട് ഹാജരാക്കാം, ആരുടെ മുമ്പിൽ വേണമെങ്കിലും കൊണ്ട് പറയാം, എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ കൈരളിയിൽ വിളിച്ചപ്പോൾ അവർ ഇന്നത്തെ വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, ലൈവായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ ഞാനിവിടെ ബാംഗ്ലൂരാണുള്ളത്. ഞാൻ ഇന്ന് ഞാൻ രാവിലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് വൈകുന്നേരത്തെ ചർച്ചയിൽ അവിടെ പങ്കെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ മീഡിയ ആ ഒരു ചാനലിൽ ഞാൻ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ വന്നത്, ലൈവായിട്ട് വന്നത്. എന്താ പറയുക, ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട കോളേജിൽ ഇനിയെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മക്കളെ പഠിക്കാൻ വിടരുത്. ഒരു മനുഷ്യൻ്റെ ചിന്താശേഷിയും അതായത് പ്രതികരണ ശേഷിയും നഷ്ടപ്പെട്ട വെറൊരു യന്ത്രത്തിനെ പോലെ ജീവിക്കണതിൽ അർത്ഥമുണ്ടോ? എനിക്കറിയില്ല. ഇതിന് പ്രതികരിക്കാനായിട്ട് എന്താ ഒരു മാർഗം? ഒരു മാർഗമില്ല. ഇവരുടെ എന്താ പറയുക, കുത്തകയാണ് ഈ കോളേജും കാര്യങ്ങളും. ഇവരുടെ തീരുമാനങ്ങളും ഒക്കെ സ്വയം ഇഷ്ടത്തിന് തീരുമാനിക്കുക. ഒന്നിനും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതെവിടെ നടക്കുന്നത്? ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ലേ? ഇന്ന് ചാനൽ ചർച്ചയിൽ ഞാൻ കാണുന്നുണ്ടായി, ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ PR സഞ്ജിത്ത് പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ PTA അസോസിയേഷൻ ഉണ്ട്, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതെന്താന്ന് ആ തെണ്ടിക്ക് അറിയണ്ടാവില്ല. PR സഞ്ജിത്ത് KP വിശ്വനാഥൻ്റെ മാനവൻ. അവനെ പിടിപാടും കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് തെണ്ടിത്തരമാവാന്നാ വിചാരം. അതേപോലെ തന്നെ കൃഷ്ണദാസും കുറെ പൈസ ഉണ്ടെങ്കിൽ എന്തു ആവാന്നുള്ള കുറച്ച് അഹങ്കാരം ഉണ്ട് അവർക്ക്. ആ തെണ്ടികളുടെയൊക്കെ അഹങ്കാരത്തിന് ഒരു കുറവ്, ഒരു ഇത് വരുത്തണം, ഒരു ശമനം വേണത്. ഇപ്പം ജിഷ്ണു എന്ന രക്തസാക്ഷിയിലൂടെ കുറേയെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അബീബിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് നാൾക്ക് മുൻപ് കുറച്ച് പേരുടെ ഫ്ലക്സ് അടിച്ച് പ്ലേസ്മെൻ്റ് ഒപ്പിച്ചു. അതടുത്ത സംഭവം. ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു പ്ലേസ്മെൻറ്റ്, ഒരാളെ പോലും പ്ലേസ്മെൻറ്റിന് അസിസ്റ്റ് കൂടി ചെയ്തിട്ടില്ല. എല്ലാവരും അവരുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട്, സ്വന്തം റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടും മന്ത്രിമാരെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിച്ചിട്ടും ഒക്കെയാണ് പലർക്കും ജോലി കിട്ടിയിട്ടുള്ളത്. പലർക്കും എന്ന് പറഞ്ഞാൽ ഒരു 50% ആൾക്കാർക്ക്. എന്നിട്ട് ഈ 50% ഇവർ ഈ കഷ്ടപ്പെട്ട് ജോലി മേടിച്ചിട്ട് ഇവരോട് പോലും ചോദിക്കാണ്ട് ഇവരുടെ ഫ്ലക്സ് അടിച്ച് വെച്ചിരിക്കുകയാണ് കോളേജിൻ്റെ ഫ്രണ്ടിൽ. AME സ്റ്റുഡൻസ് പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്താ രസമല്ലേ? ഒരാൾ ഫിലിപ്പീൻസിൽ, റോബിൻ ഫിലിപ്പീൻസിൽ ജോലിയൊന്നുമല്ല, അവനവിടെ വെറുതെ ഇരിക്കുക.
അവനവിടെ ഫിലിപ്പീൻസിൽ ജോലി അത്ര. പിന്നെ പലരും വെറുതെ ഇല്ലാത്ത കുറേ ഇല്ലാത്തവരുടെ പേരടക്കം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്, ജോലി കിട്ടി ജോലി കിട്ടിയെന്നാണ്. ഇങ്ങനെ പരസ്യമായിട്ട് പറ്റിക്കുന്ന ഒരു മാനേജ്മെന്റിന് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഇതിനൊരു അവസാനം വേണം എന്തായാലും. ഞാൻ എന്തായാലും ഇതിനെ ഇനി വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിനി എന്തൊക്കെ ചെയ്താലും ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കും ഇവർക്കെതിരെ മാക്സിമം പ്രചരണം നടത്താനും. എന്ത് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എവിടെ വേണമെങ്കിലും ഞാൻ ഈ സത്യങ്ങൾ വന്ന് വിളിച്ചു പറയാനും തയ്യാറാണ്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. ഈ കമൻറ്റ് ചെയ്തിരുന്ന കുറേ പിള്ളേരുണ്ടല്ലോ, അഭിബിന്, ജസ്റ്റിൻ, അബിൻ, സജിത്ത്, അബിൻ, അനുരാജ് വിജയൻ, എല്ലാവരും തന്നെ ഇതിന്, ജിതിൻ ജോയൽ, എല്ലാവരും തന്നെ എൻ്റെ ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എനിക്കറിയാം അതിലൊക്കെ ഈ പീഡനത്തിനിരയായിട്ടുള്ളവരാണ്. ഇന്ന് ഞാൻ കൈരളി ന്യൂസിലേക്ക് വിളിച്ചപ്പോൾ, കൈരളി ചാനലിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് എത്ര കോളുകളാണ് വരണമെന്നറിയാം അവർക്ക്. എന്നാലും അവർ ആ കോളുകളൊക്കെ എടുത്ത് അതിന് റിപ്ലൈ കൊടുത്ത് നമ്പർ മേടിച്ച് വെച്ച്, അതായത് ചർച്ചയ്ക്ക് വിളിക്കാം ഇതൊക്കെ പറയാനുണ്ട്. അവർ കൈരളി ടി വിയോട് എനിക്ക് എന്തായാലും എന്തായാലും എനിക്കൊരു നന്ദി രേഖപ്പെടുത്താനുണ്ട്. കാരണം ഒറ്റ ചാനലുകളും ആദ്യം ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കൈരളി ടി വിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ കൈരളി ടി വിക്ക് എൻ്റെ വലിയൊരു സല്യൂട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. അത് കൈരളി ടി വിയാണ് ഇത് ലോകത്തിന് മുമ്പാകെ കുറേയൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്ത് ടി വി ചാനൽസിലേക്കൊരു ഫേസ്ബുക്കും വാട്സാപ്പും വലിയൊരു മാധ്യമം തന്നെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ എല്ലാവരുടെയും മുന്നിൽ അറിയിക്കാനായിട്ടുള്ളൊരു മാധ്യമം ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവരുടെ കളികളൊന്നും ഇനിയെങ്കിലും അവരുടെ ഈ തെണ്ടിത്തരങ്ങൾ അനുവദിക്കാണ്ടിരിക്കട്ടെ. അബീബിനെ എന്തോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയൊരു ദുഷ്ണം ഉണ്ടാകാതിരിക്കും. എന്തായാലും ഉണ്ടാവും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ സ്റ്റുഡൻസും ഇതിന് കൂട്ടായി നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. 50 പേര് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇതിന് വലിയൊരു തെളിവാണ്. കാരണം ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഞാനൊരു ഫേസ്ബുക്കിൽ ഞാനൊരു ലൈവ് വീഡിയോ ഇട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരാളും ലൈക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാനത്ര വലിയൊരാളുമല്ല, ഞാനത്ര ഭയങ്കര സംഭവമല്ല. അപ്പോൾ ഞാൻ എന്നെ പോലൊരാളൊരു ഞാൻ ലൈവായിട്ട് വരുമ്പോൾ ഇത്രയധികം ലൈക്കുകളും കമൻറ്റുകളും ഇതൊക്കെ വരുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് വലിയൊരു ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ തന്നെ ഇത് അറിഞ്ഞൂടെ, ഇവരുടെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അനാസ്ഥ. എങ്ങനെ ഇതിനെ അടിച്ചമർത്തണമെന്ന് എനിക്കറിയില്ല ഇവരെ. കാരണം ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് അധികം പൈസ ഇല്ല, ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രതികരിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അവർക്കിത് വളരെ നന്നായിട്ട് അറിയാം. സാഹചര്യത്തെ ചൂഷണം ചെയ്യാൻ വളരെയധികം പഠിച്ചവരാണ് അവർ. സാഹചര്യവും സിറ്റുവേഷൻസും എല്ലാം കൂടി അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു കോളേജിൻ്റെ പേര് വലുതാക്കാനും ഇതിനും വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ പഠിക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും സത്യമൊക്കെ ഒരു പുറത്തേക്ക് വരുന്നു. പക്ഷെ ഇപ്പോൾ വന്നു. അതിനുവേണ്ടി ഒരു രക്തസാക്ഷി വേണ്ടി വന്നു ജിഷ്ണു. അതിൽ സങ്കടമുണ്ട്, വളരെയധികം സങ്കടമുണ്ട്. അന്ന് ഞാൻ എൻ്റെ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കാണ്ട് ഇനിയൊരാൾക്കും കൂടി ഈ ഒരു അവസ്ഥ വരരുത് എന്ന് ചിന്തിച്ച് പെരുമാറിയിരുന്നെങ്കിൽ ഇനി ഈ ഒരു അവസ്ഥ അവന് വരില്ലായിരുന്നു. അതിലെനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇനിയൊരു രക്തസാക്ഷി, അനുരാജ് വിജയൻ പറഞ്ഞ പോലെ ഇനിയൊരു രക്തസാക്ഷി ഇതിൽ ഉണ്ടാവാൻ പാടില്ല ഇതിൻ്റെ പേരിൽ. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും എവിടെ പോയി പറയാനും എന്ത് ചെയ്യാനായാലും ഞാൻ തയ്യാറാണ്. ബിഫിനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ
പ്രതിഷേധിച്ചതിലാണ് ഇന്നത്തെ സാറുമാരെ ഞങ്ങളെന്താ എന്ത് സഹിക്കുന്ന. ഇന്നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ ബിഫിൻ എഴുതിയത് എനിക്ക് വായിക്കാനായിട്ട് കൃത്യമായിട്ട് പറ്റണില്ല. ഇന്നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ പ്രതിഷേധത്തിലാണ് എന്നാണ് സാറുമാരെ ഞങ്ങളെന്താ എന്ത് സഹിക്കുന്ന ഇടിക്കട്ടകളാണോ? അതെ, ഞങ്ങളെന്താ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ എല്ലാവർക്കും തട്ടി കളിക്കാൻ. ഇനി ഒരിക്കലും ആ കോളേജിൽ ഇമാതിരി നടപടികൾ നടക്കരുത്. ഈ കോളേജിൽ ഒരു യൂണിയൻ വരണം, ഒരു PTA വരണം, എല്ലാം വേണം. ഇനി അങ്ങനെ ഇല്ലാത്ത ഇങ്ങനത്തെ സ്വാശ്രയ കോളേജുകളുടെ നടത്തിപ്പ് തന്നെ പുനഃപരിശോധിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഞാൻ നമ്മുടെ ഗവൺമെൻറ്റിനോട് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുള്ളതാണ്. അതൊരു അത്യാവശ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്കൊരിക്കലും ഒരു തലമുറയെ ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി മാറ്റേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരിക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു കഷ്ടമല്ലേ. ഒന്നധികം വലിച്ചു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്തതായിട്ടുള്ള എല്ലാവരോടും എൻ്റെ വളരെ അധികം നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ കുറേ അധികം കമൻറ്റുകൾ വരുന്നുണ്ട്, പലരും കാണുന്നുണ്ട്. എല്ലാവരും ഈ കോളേജിൻ്റെ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. ഈ കോളേജിൻ്റെ അനാസ്ഥയും കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. എനിക്കിനി ഇതിലധികം പറയാനില്ല. ശരി, അപ്പോൾ ബൈ.